ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ഇന്നലെ കൂടെ അത് വായിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ദേശാഭിമാനി തുടങ്ങാൻ, അതായത് അതിൽ കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ കൊടുത്തേക്കാണ്, ദേശാഭിമാനി 1 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും ഞങ്ങൾ ഇത്ര ബ്രിട്ടീഷ് അനുകൂല പ്രചാരണം നടത്തി എന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ്. ഞങ്ങൾക്ക് 1 മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. PC ജോഷി കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ഇവർ ഈ പുറത്ത് വിടുന്നതിന് മുമ്പ്, അതായത് രഹസ്യം പ്രസിദ്ധീകരിക്കാനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് ആ ഡോക്യുമെൻ്റ് ഇതെല്ലാം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് കണ്ടെത്തി അരുൺ ഷൂറി പ്രസിദ്ധീകരിച്ച കാര്യങ്ങളാണ്. ആ ഡോക്യുമെൻറ്റിൽ പാർട്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എന്തൊക്കെ ഇതിനകം ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ സൗകര്യപൂർവ്വം ഞങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ബ്രിട്ടീഷുകാർ എന്തൊക്കെ തരണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ആളുകളെ ജയിലിൽ നിന്ന് തുറന്നു വിടണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം, മറ്റേ പത്രങ്ങൾക്ക് വേണ്ട എല്ലാ പേപ്പറിൻ്റെ ന്യൂസ് പ്രിൻ്റ് കോട്ട അനുവദിച്ചു തരണം, ഇങ്ങനെ എല്ലാ തരത്തിലും അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി ബ്രിട്ടീഷുകാരുമായി നടത്തിയ ഒത്തുകളി, ആ ഒത്തുകളിയാണ് യഥാർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ. അതായത് ഞാനൊരു കാര്യം പറയാം, മഹാത്മാഗാന്ധിജി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് മാത്രമേ ഒരു കത്തെഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യസ്നേഹം തെളിയിക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ രാജ്യസ്നേഹത്തോട് സംശയകരമായ ഒരു കത്തെഴുതിയത്, അത് PC ജോഷിക്ക് എഴുതിയ കത്താണ്. എന്താണ്? നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നു ബ്രിട്ടീഷുകാർക്ക് എന്നുള്ള പരാതിയുണ്ട്, അതിനെ സംബന്ധിച്ച് നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് PC ജോഷിക്ക് മഹാത്മാഗാന്ധി കത്തെഴുതുന്നുണ്ട്. ആ കത്തിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ആ കത്തിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. ഒരു ചോദ്യമൊന്നുമല്ല അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, 3-4 ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങൾ പിരിക്കുന്ന ഫണ്ട്, ആ ഫണ്ടിനെ സംബന്ധിച്ചുള്ള സംശയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങേയറ്റ സംശയം ഉണ്ടായിരുന്നു. ആ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി മറ്റാർക്കെതിരെ ഉന്നയിക്കായിരുന്നു? ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവിനെതിരെ ഉന്നയിച്ചിട്ടില്ല മഹാത്മാഗാന്ധി, RSSകാർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല മഹാത്മാഗാന്ധി. എന്തേ മറ്റേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അത് ഉന്നയിക്കാൻ കാരണം? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം രാജ്യവിരുദ്ധമായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ആ ചരിത്രമാണ് ഇപ്പോൾ നേരത്തെ വായുജിത്ത് പറഞ്ഞ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1944 ജൂൺ മാസം 11-ാം തീയതി PC ജോഷിക്ക് മഹാത്മാഗാന്ധി കത്തയക്കുന്നുണ്ട്. ഐ ഹാഡ് എക്സ്പെക്റ്റഡ് എ പ്രോംപ്റ്റ് റിപ്ലൈ to the question I had raised at your meeting. Meanwhile, some additional questions have arisen which please answer when you answer my first questions. What is the meaning of people? അത് people democracy, people ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള സംശയമാണ്. അതുപോലെ, are the finance of the Communist Party represented by you subject to public audit? If they are, may I see them? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണസമ്പാദനത്തെ സംബന്ധിച്ച് ഒരു പബ്ലിക് ഓഡിറ്റിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് കാണാൻ പറ്റുമോ എന്നാണ് പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് ആക്റ്റീവ്ലി ഹെൽപ്ഡ് ദി അതോറിറ്റീസ് ടു അറസ്റ്റ് ലീഡേഴ്സ് ആൻഡ് ഓർഗനൈസേഴ്സ് ഓഫ് ലേബർ സ്ട്രൈക്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 years. 1942 മുതൽ 44 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത തൊഴിലാളികളെ ഒറ്റുകൊടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റ് ടു ഹാവ് അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് ഇൻഫിൽട്രേറ്റിംഗ് ദ കോൺഗ്രസ് ഓർഗനൈസേഷൻ വിത്ത് എ ഹോസ്റ്റൈൽ ഇൻറ്റൻറ്റ്. സ്ഥാപിതമായ ചില താല്പര്യത്തോടുകൂടി കോൺഗ്രസിലേക്ക് പാർട്ടി നേതാക്കന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? ഈ ചോദ്യം, അതായത് അങ്ങേറ്റം സംശയാസ്പദമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢോദ്ദേശത്തെ അല്ലെങ്കിൽ നെറികെട്ട രാഷ്ട്രീയ സ്വഭാവത്തെ ഗാന്ധിജി അന്നേ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈസ് ഇറ്റ് നോട്ട് ദ പോളിസി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിക്റ്റേറ്റഡ് ഫ്രം ഔട്ട്സൈഡ്? പുറത്തു നിന്നുള്ള ഡിക്റ്റേഷനിലൂടെയാണ് പാർട്ടിയുടെ പോളിസി നിശ്ചയിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇങ്ങനെ ഒരു കത്തും ഇങ്ങനെ ഒരു സംശയവും മഹാത്മാഗാന്ധി ഏതെങ്കിലും മറ്റൊരു സംഘടനയ്ക്കെതിരെ, എന്തിന് മുസ്ലിം ലീഗിനെതിരെ ഗാന്ധി ചോദിച്ചിട്ടില്ല.
മുസ്ലിം ലീഗിനെതിരെ വരെ മഹാത്മാഗാന്ധി ഇത്തരത്തിലുള്ളൊരു സംശയം ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളൊരു പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മേലാളന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതത്തിൻ്റെ ഒരു 3/4 പങ്കും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സവർക്കറെ പോലുള്ള പകരം വയ്ക്കാനില്ലാത്ത ഒരു ധീരദേശാഭിമാനിയുടെ ജീവിതത്തെ അപഹസിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ഇവരെയൊക്കെ? സത്യത്തിൽ എന്തൊരു ദ്രോഹമാണ് ഇവർ ഈ രാജ്യത്തോടും സമൂഹത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ ഇങ്ങനെ തലകീഴായി നിർത്താൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.